ഹേ ഗായ്സ്, കുറച്ച് ദിവസമായി പെരളശ്ശേരി അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നേ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെയും കൂട്ടി ആദ്യം പോയത് ഇത്തുൻ്റെ വീട്ടിലേക്കാണേ. അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയും ഏച്ചിയും ഏട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരും എവിടേക്കോ പോകാനുള്ള തിരക്കിലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് 2 ഹെൽമെറ്റും എടുത്ത് അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയേ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെരളശ്ശേരി അമ്പലത്തിലേക്ക് ഒരു 10-20 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഫൈനലി ഞങ്ങളിതാ അമ്പലത്തിലേക്ക് എത്തിയേ. പിന്നെ ഇവിടെ വന്നാൽ അറിയാലോ, നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അമ്പലക്കുളത്തിലേക്കാണേ പോയത്. അവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിനെ. അവരവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുളത്തിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ഫോട്ടോസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇത്തുതാ അവർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടേ. പിന്നെ ഇത് ഈ കുളത്തിലുണ്ടല്ലോ ഇഷ്ടം പോലെ മീനുകളുണ്ടേ. ചെറിയ മീൻ മാത്രമല്ല കേട്ടോ, വലിയ മീനുകളൊക്കെ ഉണ്ട്. നമ്മളുണ്ടല്ലോ കാലി കുളത്തേക്ക് മുക്കിയിട്ട് കഴിഞ്ഞാൽ അപ്പം വന്ന് ഈ മീനുകൾ ഇക്കിളിയാക്കിയിട്ട് പോകും. അതെനിക്ക് എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കാലൊക്കെ കഴുകി ഞങ്ങളിതേ അമ്പലത്തിലേക്ക് കയറിയേ. പിന്നെ ഈ കർണാടകക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ലാട്ടോ, എല്ലായിടത്തും അവരായിരുന്നു. വന്ന് എല്ലായിടത്തും കർണാടകക്കാർ. ഇതിപ്പോൾ അവർ നമ്മളെ നാട്ടിൽ വന്നതാണോ അതോ നമ്മൾ അവരെ നാട്ടിൽ പോയതാണോ എന്നാണ് ഇപ്പം സംശയം. പിന്നെ ഈ കോളേജും ക്ലാസ്സും നോട്ട് സബ്മിഷനും സെമിനാറും ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ സമയം കിട്ടുമ്പോഴാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി വഴിപാടൊക്കെ കഴിപ്പിച്ച് പായസവും വാങ്ങി നേരെ കഴിക്കുന്നിടത്തേക്ക് വന്നു. എനിക്ക് പായസങ്ങളോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നുമില്ലേ. പക്ഷേ ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിനെല്ലാം പ്രത്യേക രുചിയല്ലേ. ഇത് കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് പെരളശ്ശേരി അമ്പലത്തിൽ പോയത്. പിന്നെ അവിടുന്ന് കുറച്ച് പായസമൊക്കെ കഴിച്ച് ബാക്കി പായസം ഞങ്ങൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിനെ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് താഴെയുള്ള നാരോത്ത് ക്ഷേത്രത്തിലാണേ. അവിടുന്ന് പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ലേ. ഇത് കണ്ടോ, ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടേക്ക് വരുന്ന ഭക്തർ കൊടുക്കുന്നതാണേ. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരുപാട് ചിത്രങ്ങൾ വേറെയും ഉണ്ട്. പക്ഷേ ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയ പാടെ അമ്മ ദാ ഈ ഒരു പഴംപൊരി കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ അതും കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.